പാന്റ് കാണുന്നില്ല. ഞാൻ വെച്ചൊന്നും അറ്റാക്ക് വന്നു. രാധമോൾക്ക് ഞാൻ ഉത്തരവാദിത്തമുള്ള ജോലി കൊടുത്തേക്കാം. നീ മുണ്ടാ? ആ ഞാൻ മുണ്ട്. ഞാനും മുണ്ടാണേ. എന്റെ മോനെ ഇതാ ഈ മുണ്ടിൽ തന്നെ മാറ്റാണ്ടി പറ്റും ഞാൻ നോക്കിക്കൊണ്ട് ആ മുണ്ട് നോക്ക്. ഇങ്ങനെ അമ്മ അത് അമ്മ പറഞ്ഞതാണ്. അത് കരിമ്പനടിച്ചു. തുറന്നു കാണിച്ചേ. എന്റെ പുതിയ മുണ്ടിന്റെ വിശാലമായ ലുക്ക് കണ്ടോ? കരിമ്പനടിച്ചു. കറുത്ത് കരിമ്പനടിക്കുവാന്ന് പറയാം നമ്മുടെ നാട്ടില്. അമ്മ ഇത് അലക്കിയാ പോവോ? അലക്കി കഴിഞ്ഞതാ? ഒരു അലക്ക് കഴിഞ്ഞതാ? ഓക്കെ, ഇത് കൊണ്ടുപോയി കത്തിച്ചോളൂ, അല്ലെങ്കിൽ ആരെങ്കിലും പതിപ്പിച്ചോളൂ. കരിമ്പനടിച്ച അലക്കാലും പോല. അപ്പൊ പിന്നെ അതിന് സമാധിയായി. ഒരു നല്ല മുണ്ടിന്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനമായി. അടുത്തതായി കരിമ്പിന്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കാനിരിക്കുന്ന പുതിയൊരു മുണ്ട് കൂടി വരുന്നു. മുണ്ട് എടുക്കാണ്ട് പിന്നെ എടുക്കാം. കേക്കണ്ടില്ല. ഒരു മുണ്ടിന്റെ അവസ്ഥ നോക്കിയോട്ടെ. മഴക്കാനുണ്ടേ. അപ്പൊ ഞാനൊന്ന് എടുക്ക. ഇപ്പൊ ഇന്ന് പോകുമ്പോ എന്തായാലും മുണ്ടും നനയൂലേ? മഴയല്ല. അപ്പൊ പ്രോപ്പറായിട്ട് ഉണങ്ങാൻ വേണ്ടി പറഞ്ഞ സ്ഥലം വേണം. നമ്മുടെ വീട്ടിൽ എന്തായാലും കുറച്ച് ഹ്യൂമിഡാണ്. അപ്പൊ ഞാനിപ്പോ എന്താ പാന്റ് ഇട്ടാണോ? അപ്പൊ ജീൻസ് നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നല്ലേ? ഓക്കെ, രാധമോൾ ആ ജീൻസ് എടുത്ത് കാണിക്കും. ഇതുപോലെ സമാന സാഹചര്യത്തിലുള്ള ഒരു ജീൻസ്. ഇവരെല്ലാരും ജീൻസിനെ നിർബന്ധിക്കുന്നത് എടുത്ത് കാണിച്ചാൽ നല്ല കറുത്ത ജീൻസ് ആയിരുന്നു. എടുത്ത് വെക്കണം. പിന്നെ മൂല കെട്ടി പോയിട്ടില്ലേ ഇത്? ഓ മൈ ഗോഡ്, ഒരു സീരിയലിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രംഗത്തിൽ നടക്കുന്ന ഡയലോഗുകൾ പോലെ ഇല്ലേ? അത്രയും വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. എങ്ങനെയുണ്ട്? കരിമ്പനടിക്കാണ്ട് നോക്കിക്കഴിഞ്ഞാൽ സെറ്റാ. എനിക്ക് മുണ്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മുണ്ട് സംരക്ഷിക്കാൻ അറിയില്ല. എന്താ? എനിക്ക് ഇഷ്ടംപോലെ മുണ്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലേ? നോക്ക്, എൻ്റെ കളക്ഷനിലേക്ക് പുതുതായിട്ട് വരുന്നൊരു ഐറ്റം കാണിച്ചു തരാം. ഇത് വൺ ഓഫ് ദ യുണീക്ക് പ്രൊഡക്റ്റ് ആണ്. ഇതുവരെ വേറെ ആരും ഇറക്കിയിട്ടില്ലാത്ത ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് ഫ്രം SQ കൊച്ചി. SQ കൊച്ചിയുടെ ഏറ്റവും പുതിയ കളക്ഷനിൽ വരുന്ന ഷർട്ട്. ഇത് SQ കൊച്ചിയുടെ ഷർട്ടാണ്. ഇത് അവരുടെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷർട്ടാണ്. ആൻഡ് ഇതാണ് സ്പെഷ്യൽ ഐറ്റം. ഇതെന്താ സാധനം എന്നറിയോ? ഇതൊരു ഡെനിം മെറ്റീരിയലാണ്. ഇത് പാൻ്റ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ ദിസ് ഈസ് നോട്ട് പാൻഡു, ബട്ട് ദിസ് ഈസ് എ മുണ്ടു. ഡെനിം മുണ്ട്. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് SQ കൊച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഡെനിം മുണ്ടുകൾ. ഉടുത്തിട്ട് നേരെ ഒട്ടിച്ചങ്ങോട്ട് വെക്കാം. സെറ്റായി. ആ ഷർട്ട് എടുത്ത് മുന്നിലേക്കിട്. ഹായ് സായോ പക്ക കിടു. ആ സെറ്റാണ്. ഇനി മുണ്ടെടുത്ത് മടുക്കുമ്പോൾ മുറിച്ച് ഷർട്ട് അടിക്കാലോ. സോ കേരളത്തിൽ ആദ്യമായിട്ട് ഡെനിം മുണ്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് SQ കൊച്ചി. ആവശ്യമുള്ള ആളുകൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീട്ടിലേക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും. ഈ തവണത്തെ ഓണത്തിന് ട്രെൻഡ് ആവാൻ പോകുന്ന സാധനമാണ്. അപ്പോൾ ഇത് നിനക്ക് വേണ്ടല്ല? വേണം. ഞാൻ നീ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഊരി വാങ്ങണം. സ്റ്റൈൽ കോഷൻ കൊച്ചിയുടെ ഇഷ്ടം പോലെ ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഓണത്തിനുള്ള ഷോപ്പിങ്ങിനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് അവരൊന്ന് ചെക്കൗട്ട് ചെയ്തോട്ടോ. ആദ്യം ഞങ്ങളിപ്പോൾ ഒരു വീട്ടുകൂടലിന് വേണ്ടിയിട്ട്, വീട്ടുകൂടൽ കഴിഞ്ഞതാണ്, ആ വീടൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മട്ടന്നൂരേക്ക് പോകാൻ നിൽക്കുക. അമ്മയ്ക്ക് ഇന്ന് ഒറ്റൊരു സ്റ്റുഡൻറ്റേ ഉള്ളൂ. ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ മഴ പ്രമാണിച്ച് ലീവാണ്. മമ്മൂക്കാടൊരു കെട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പുറത്തേക്കില്ല, മറ്റേ സൈഡ്. ഇതായിരുന്നു നമ്മൾ ഇന്നലെ വെള്ളം കയറിയിട്ട് കാണാൻ വന്നിട്ട് ഇവിടം വരെയാണ് നമ്മൾ എത്തിയത്. അങ്ങോട്ടേക്ക് ഫുൾ വെള്ളമായിരുന്നു. ഞാൻ നോക്കിയാൽ ഇപ്പം വെള്ളം ഇറങ്ങി, റോഡ് നല്ല ക്ലീൻ ആയി. ആ വീട്ടുകാരിന്ന് ക്ലീനിങ് എത്തിയിട്ടില്ലായിരിക്കും. വെള്ളം ഇറങ്ങിയതിന് ശേഷമുള്ള ചളി കാണാൻ റോഡില് എക്കലടിയാന്ന് പറയുന്നത്. ഭയങ്കര വഴുക്കലായിരിക്കും ഇതിന്. ഇന്നലെ റോഡ് ഏതാ, തോട് ഏതാ, വയലേതാ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. കരകവിഞ്ഞൊഴുകിയ പുഴ ദേ ഇതാണ്. അതിപ്പം കൺട്രോളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രൗണ്ടൊക്കെ ഇന്നലെ വെള്ളത്തിലായിരുന്നു. ഇതിന്റെ ഈ ഗ്രോട്ടോന്റെ എവിടം വരെ വെള്ളം ഗ്ലാസിന്റെ മുകളിലായിട്ട് അളവൊന്നുമില്ലല്ലോ. ഇത് ഇന്നലെ ഈ വെള്ളം കയറിയ സ്ഥലമാണ്. സായു അത്രക്കൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. സായു കുറച്ച് കൂടുതൽ തള്ളിയതാ. അതിന്റെ ഗ്ലാസിന്റെ മേലെ വരുന്നുണ്ടല്ല. ഇങ്ങനെയായിരുന്നു ഇന്നലെ ഈ ഒരു സ്ഥലം. ഇപ്പൊ നമ്മൾ മടമ്പത്താ ഉള്ളത്. ഈ മടമ്പത്തേക്കൊന്നും ഇന്നലെ ആക്സസ് പോലും ഉണ്ടായിരുന്നില്ല. അതാണ് ഇങ്ങനെ എത്തി നോക്കുന്നത്. ആക്സസ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ വർഷവും ഇതുപോലെ 1-2 ദിവസം നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുക്കും. വെള്ളം വന്നോട്ടെ, ആഘോഷിച്ചോട്ടെ, പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ മാറിക്കൊടുക്കും. വരും.
സൂക്ഷ്മമായിട്ടത് വണ്ടി ഓടിക്കുന്നത്. നിങ്ങളെ മുഖഭാവം നല്ല രസമുണ്ട്. ഞാൻ മഴയുടെ മൂഡ് പിടിച്ചിട്ട് ഇങ്ങനെ പാട്ടുകൾ ആലോചിക്കായിരുന്നു. എന്റെ തലയിലൂടെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. മഴ ഞാനറിഞ്ഞിരുന്നില്ല വേണമെങ്കിൽ ചെല്ലു തന്നു അപ്പാണ് സ്വിച്ച് ഓൺ ആക്കണം. ഇത് അറിഞ്ഞോ എന്റെ കൗണ്ടറുകൾക്കൊക്കെ ഭയങ്കര അഭിപ്രായമുണ്ട് കേട്ടോ. സ്വന്തം എന്നെ പൊക്കാൻ എനിക്ക് വേറെ ഒരു ആവശ്യമില്ല. രാത്രി കിടക്കുമ്പോ ഞാൻ അടിച്ച ആ കൗണ്ടർ കൊള്ളായിരുന്നു. ഉറക്കത്ത് ചിരിക്കും ഞാൻ. നമ്മൾ ഓൾമോസ്റ്റ് ഇതേ സ്ഥലത്തെത്തി. അതായത് മട്ടന്നൂരിലാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്. ഖത്തറിലുള്ള പരിചയക്കാരനാണ്, ഹുസൈൻ എന്നാണ് പേര്. പുള്ളിക്കാരന്റെ വീട്ടുകൂടല് 31-ാം തീയതി കഴിഞ്ഞു. അപ്പൊ നമ്മൾ പിന്നെ അന്നേരം ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് വന്നതിന് ശേഷം ഒരു ദിവസം വരണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 4 പേരും കൂടി അങ്ങോട്ട് പോണത്. ആ വലിയ കൊട്ടാരം പണിഞ്ഞു വെച്ചേക്കാണ്. കുറെ കാലമായിട്ട് അവന്റെ ഒരു സ്വപ്ന സൗധമാണിത്. കണ്ടോ, സംഭവം ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. നമസ്കാരം. എന്താ വിശേഷം? മബ്രൂക്ക്. ഗംഭീരായിട്ടുണ്ട്. ഒരു വീട്ടിൽ കയറുമ്പോ അങ്ങനെ വേണമെന്നില്ല. ഏയ് ആരാണ് ബാക്കിൽ നിന്ന് ഇടിച്ചേ? ഇവനല്ലേ അവൻ. എന്താ വിശേഷം? നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എപ്പോ വന്നേ നാട്ടില്? എന്റെ വിശേഷം എന്താ? എന്റെ പേരെന്താ? ഞാൻ മറന്നുപോയി. ഇനി 1-2 തവണ ഞാൻ കണ്ടില്ല. നീ ഒന്നും അങ്ങോട്ട് ഇറങ്ങില്ലല്ലോ. ഇതാ നിന്റെ ഉപ്പ? ഓ അടിപൊളി. പുതിയൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വീട് കാണല്ലോ വേണ്ടേ? ഇസ്ത്രി ഇടുന്ന സ്ഥലത്ത് തന്നെ ജിമ്മ് സെറ്റ് ചെയ്ത് നന്നായി. ഇത് ആറിയിടാൻ സ്ഥലമല്ലോ. ഓ ഇവിടെ സ്വിമ്മിംഗ് പൂൾ വെച്ചിട്ട് നീ തുള്ളി വന്നിട്ട് നീ തുള്ളിയാ? ഒന്ന് വേ തുള്ളി. ഇവിടെ തന്നെ തുള്ളിക്കാം മേലെന്ന്. ഞാൻ വെച്ച് എന്തോ തറപ്പിച്ച് വെച്ച പോലത്തെ സാധനം. സ്വിച്ച് ഇങ്ങനെ ആയില്ലേ? ഇതിന് എത്ര വെയിറ്റ് ഉണ്ടാവുന്ന പറയാൻ പറ്റുമോ? ഏതാണ്ട് 350 കിലോ. ഞാൻ ഉദ്ദേശിച്ചതാണെന്ന് അറിയോ? ആ കേക്ക് നിങ്ങൾ കുടുംബാംഗങ്ങളൊക്കെ കൂടിയിട്ട് കട്ട് ചെയ്യുന്നതാണ് തന്നെ കണ്ടിട്ട്. അത് നിങ്ങൾ അടുക്കളയിൽ നിന്ന് അറിഞ്ഞ പറഞ്ഞ കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അത് ലാസ്റ്റ് നിങ്ങൾ എല്ലാരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു ഇതെല്ലാം പറഞ്ഞിട്ട് പോവാന്നുണ്ടായിരുന്നു. മുറിച്ച് കണ്ണാക്കിയിട്ട് കൊണ്ടുവച്ചേക്കുന്നത്. കൊള്ളാം, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഈ വരവിലെ 2ാമത്തെ വീട് കൂടുതൽ കേട്ടോ. ജീവിക്കുന്ന കുറച്ചു കാലം രാജാവിനെ പോലെ തന്നെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇങ്ങനെ രാജാവിനെ പോലെ ജീവിക്കുമ്പോൾ രാജകൊട്ടാരം മസ്റ്റാണല്ലോ. സോ ആ ഒരു കൺസെപ്റ്റിലാണ് ഹുസൈൻ്റെ ഇതുപോലൊരു ഗംഭീര സൗധം പണിഞ്ഞിട്ടുള്ളത്. മട്ടന്നൂർ ഹൈവേയിലാണ് ഈ ഒരു വീട്. അപ്പൊ പുതിയ വീട്, പുതിയ ചുറ്റുപാട്, ഗൃഹനാഥന് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണറബിൾ MLA KK ശൈലജ ടീച്ചർ ADS പ്രോജക്ട്. ശരിക്കും ഇങ്ങനൊന്നും എഴുതി വെക്കാൻ പാടില്ല. ഇതെല്ലാം അത് ഏത് MLA ആയി കഴിഞ്ഞാല് ഇത് ഇന്ന മന്ത്രിയുടെ വക, ഇന്ന MLAയുടെ വക, ആ ഒരു കൾച്ചർ കേരളത്തിൽ വെറും വേസ്റ്റ് പരിപാടിയാണ്. അതായത് ഇതൊന്നും അവരവരുടെ കയ്യിൽ നിന്നുള്ള സ്വത്തെടുത്തിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പൊ ഇന്ന ആളുടെ ഫണ്ടിൽ നിന്ന് എന്നൊക്കെ പറയുന്നതൊന്നും ഒരു ലോജിക്കില്ലായ്മയാണ്. എനിക്ക് എപ്പോഴും തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് എന്താ അഭിപ്രായം എനിക്ക് അറിയില്ല. അങ്ങനെ ആരുടെ എഴുതി വെക്കണ്ട. അതെല്ലാം പൊതുജനങ്ങളുടെ സാധനല്ലേ. പിന്നെ ചെറിയ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടേ ഇന്ന് ആളുടെ ഫണ്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൊട്ടിഘോഷ ചെയ്യുന്നതാണ്. എന്തെന്നാണ് അതൊക്കെ ചീപ്പാണ്. അതായത് ഇതിപ്പോ എപ്പോഴാണ് മനസ്സിലാക്കാവോ? മറ്റേ ഞാൻ എനിക്ക് ഖത്തറിലൊക്കെ അവിടെയുള്ള രാജാവിന്റെ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയ ബിൽഡിംഗ് എന്നൊക്കെ എഴുതിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് അച്ഛന്റെ പെങ്ങളുടെ വീട്ടിലും കൂടി കയറി. ഞങ്ങൾ കടിയും വാങ്ങി വരുന്നുണ്ട്, ചായ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ. ഇത് നാളെ പൂച്ച കൊടുക്കാൻ പറ്റിയ ദോശയാണ്. കറക്റ്റ് സമയത്ത് ഞാൻ വന്ന് തിന്നു. ഇനി നിങ്ങൾ ചുട്ടിട്ട് പോയാൽ മതി. ഒരു 5-6 ദോശ ചൂട് ചമ്മന്തി ആക്കിയിട്ട് പോയാൽ മതി. കണ്ടോ അത് വേണ്ട. എനിക്ക് വേറെ പാത്രം മതി. വേറെ പാത്രം എന്നോട് ചോദിച്ചു ദോശ വേണോന്ന്. ഞാൻ വേണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഫോർമാലിറ്റിക്ക് അയ്യോ വേണ്ടേ ഒന്നും പറയില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സാധനം വേണമെന്ന് വെച്ചാൽ ഞാൻ അപ്പൊ വേണം പറയും. നിന്റെ വീട്ടിൽ വേണമെങ്കിൽ അറിയിച്ചോ. രാത്രി എന്നോട് ഫോർമാലിറ്റിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ പറയും. എന്ത് ചോദിച്ചാലും ഇപ്പൊ ഡയലോഗ് എല്ലാം അടിക്കുക. കുറച്ച് ഞാൻ 2 തവണ തിന്നുമ്പോ എല്ലാം സാഹചര്യം കൈയിട്ട് പിന്നെ ഇറക്കും. അതൊക്കെ ചമ്മന്തിന്റെ ലുക്കും കൂടി കാണട്ടെ. എന്നിട്ട് ഇഷ്ടപ്പെട്ടൊന്നും കാണണ്ട. ഇഷ്ടപ്പെട്ടാ നോക്കാം. കളർ കുറച്ച് കുറവുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പത് പറയുന്നു. അതെന്നാ അടുത്ത ദോശ മതി. ഐ ആം ഡൺ. ടേസ്റ്റ് നോക്കാനാ നിങ്ങൾ കഴിക്കുന്ന. കൊള്ളാം, കൊള്ളാമെന്ന് നോക്കിയതൊക്കെ. കാരണം വിശന്നിട്ടൊന്നുമല്ല. വേറെ ദോശ കൊള്ളാം. അഭിപ്രായം പറയാൻ വേണ്ടി വേറൊരു പ്ലേറ്റിൽ 2 ദോശ. വിശക്കുന്നില്ല തോന്നല്ലേ ചേച്ചി? 3 മഞ്ഞയിലിട്ട് വന്നിരിക്കുക.
2 പഴം കൂടെ കുത്തിക്കരിക്കൂടെ? സൊമാലിയെല്ലാം വന്നോളതാ. ഓക്കെ ഗായ്സ്, ടാറ്റാ ബൈ ബൈ. ഞങ്ങൾ പോയിട്ട് വരാം. മടമടാന്ന് ഏട്ടനാരും തിന്നു, പിന്നെ ഇവൻ തിന്നു, പിന്നെ ഏറ്റി തിന്നു, എല്ലാവരും തിന്നു. 10 കെട്ടുകൾ 100 മതിയെന്നും ശതമാകൾ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിങ്കി എന്ന് വേർവിടാതെ കരേറുന്ന മേൽക്കുമേൽ ഇങ്ങനെ പോകുന്ന ജ്ഞാനപാനീയന്റെ വരികളാണത്. ഇനി പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമുയരട്ടെ, ഇതാരുടെ വരിക? വള്ളത്തോൾ. വള്ളത്തോളിന്റെ പേര് കേട്ട ദേശഭക്തി ഗീതങ്ങൾ. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ. ആ വരി കേട്ടാൽ തന്നെ മനസ്സിലാവും ആരതാന്ന്. അത് കിളിപ്പാട്ടാണ്. കുഞ്ചൻ നമ്പ്യാർ അല്ല, എഴുത്തച്ഛനാണ്. ഇനി നാം ആര് നാളേക്ക് നാം പറ്റടിയേണ്ട 4-5 നെല്ലോല മാത്രം. ആരുടെ വരിയാന്നറിയോ? അത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അത് ചങ്ങമ്പുഴയുടെ വരിയാണ്. അച്ഛൻ അവിടുന്ന് കവിത ചൊല്ലുന്ന കേട്ടിട്ട് അതിന്റെ വീഡിയോ എടുക്കാൻ പോയതാ. അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു കവിതയിൽ നിൽക്കുന്ന വിചാരിച്ചത് 5-6 കവിത കണ്ടിന്യൂസ്ലി വരുന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു. ഇപ്പോഴും അത് ക്ലാസ് എന്തോ ഒരു ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 51 അക്ഷരാളി എനിക്കറിയുന്ന കവിത. നല്ല അതിസുന്ദരിയായല്ലോ. എന്തേ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടോ? ചക്കരങ്ങാൻ വിളിക്കുന്നു. കാണട്ടമ്പടി രാവിലെ നല്ല രസമുണ്ടല്ലോ ചുരിദാറ്. ഇല്ല, ഈ ചുരിദാർ ഫസ്റ്റ് ടൈമാ. നന്മയുള്ള സായുജേ. റോഡിലൊരു കമ്പ് പൊട്ടി വീണു. എല്ലാവരും അത് വകവെക്കാതെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ പോന്നു. അപ്പോഴാണ് സായുജ് അവിടെ ഒരു ഹീറോ പരിവേഷത്തോടു കൂടി ഇറങ്ങി. അതൊക്കെ മഴയെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അവൻ റോഡിൽ ഒരു യാത്രാക്ലേശം ഒഴിവാക്കുന്ന ഒരു ധീര സാഹസിക കർമ്മം. എനിക്ക് ഞാൻ പോവാറ്, ഞാൻ വണ്ടി ഓടിക്കുന്നതിനെ കൊണ്ടാട്ടോ. ഞാനല്ലേ ചോദിച്ചത് സൈജ മെയിൻ ആവുന്നത്. അത് കുറച്ചാണ് അവനറിയാം വീഡിയോ എടുക്കുന്നത് കള്ളതായി. അത് കുറച്ച് ഓവറാക്കിയല്ലേ നീ? ഇതെല്ലാം വന്നില്ലല്ലോ അല്ലേ? വന്നിട്ടുണ്ട്. അത് ആത്മാർത്ഥത ഇച്ചിരി കൂടിപ്പോയതല്ലേ ലാസ്റ്റ്? നല്ല മൊനിയിലൊരു കമ്പാണ് കെട്ടിക്കഴിഞ്ഞ. ഓ നല്ല മൊനിയുണ്ട്. ഇത് ആരാ ഈ ഐഡിയ തന്നത്? നീ തന്നെ. ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ വണ്ടിന്റെ ടയർ പഞ്ചർ ആയിരുന്നു. അതേപോലെ ഭാവിയിലായിരിക്കും ബുദ്ധിമുട്ട് വരണ്ടാച്ചിട്ടാണ്. തൃണവത്കരിക്കലില്ല, തൃണവത് ഗണിക്കലാണ്. തൃണം പോലെ പരിഗണിക്കുക എന്നർത്ഥം. പുല്ല് പോലെ ഗണിക്കുക. അത് തന്നെ. അപ്പൊ അത് കരിക്കണ്ട, ഗണിച്ചാ മതി. തൃണവത് ഗണിക്കുക. നന്മയുടെ ഇടയിൽ ഒരു മലയാള ക്ലാസ്. ഇതാണ് വിവരമുള്ളവർ കൂടി ഉണ്ടായുള്ള ഗുണം. അങ്ങനെ ഞങ്ങളൊരു വഴിക്ക് പുറപ്പെടുമ്പോ ആ ഏരിയയിൽ കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം കവർ ചെയ്യും. മേമയുടെ വീട്ടിൽ പോയി, അമ്മമ്മയുടെ വീട്ടിൽ പോയി, അങ്ങനെ മൾട്ടിപ്പിൾ പ്ലേസസ്. എല്ലാ കൊല്ലവും ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിന്റെ സന്താനമാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ വിഷസ് വരാറുള്ളത്. പക്ഷെ അച്ഛൻ ഇന്ന് പ്രഖ്യാപിക്കുന്നു ജൂൺ 5-ാം തീയതി എന്റെ പിറന്നാളല്ല. ഞാൻ ഇന്നലെ അത് പണ്ടേ പറഞ്ഞത് എന്റേതല്ല. അത് എന്റെ ജനനത്തീയതി അല്ല. അപ്പൊ നിങ്ങളുടെ ശരിക്കുള്ള ജനനത്തീയതി എന്താ? ആ ജനനത്തീയതി മടമ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ തന്നതാണ്. 5/6/62. തൊട്ട് മുമ്പത്തെ കുംഭമാസം, മലയാളം കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് എന്റെ ജനനം. എന്റെ കണക്ക്. ഇംഗ്ലീഷ് ഡേറ്റ് ഞാൻ ഇംഗ്ലീഷ് ഡേറ്റ് നോക്കിയില്ല, നോക്കേണ്ട ആവശ്യം വന്നില്ല. അത് നമുക്ക് ടാസ്ക് ആക്കി എടുക്കുകയാണ്. യാദൃശ്ചികമായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോക്ക് ഒരു ഉദ്ദേശം ഉണ്ടാണ് അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത്. ഞാൻ ചിങ്ങമാസത്തിലാണ് ജനിച്ചത്. ആ സമയം വരില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടുപിടിച്ചു തരും. ഉത്തരവാദിത്തത്തോടുകൂടി ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിച്ച് കൊടുക്കുക. നമ്പർ കൊടുക്കുക. എന്റത് അങ്ങനെ 15/5/1972 പക്ഷെ കൊടുത്തത്. യഥാർത്ഥ ഡേറ്റ് അതൊന്നും അല്ല. അതേതാന്ന് കണ്ടുപിടിച്ചാണല്ലോ എന്താ ക്ലൂതാ. ഇതുപോലെ കറക്റ്റായിട്ട് സമയം പറയാൻ കൊല്ലം പുറകോട്ട് പറയാനൊന്നും അറിയില്ല. ഞാൻ ചിങ്ങമാസത്തിലെ അത്തത്തിൽ ജനിച്ച എന്തായാലും ജൂലൈയിൽ വരില്ലല്ലോ. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് നിന്റെ അമ്മേനെ പാത്രം എന്തെങ്കിലും സഹായിച്ചാലോ? അമ്മ മാറിയെന്നോ? ഏട്ടൻ ബാക്കി പാത്രം കഴിക്കോളൂ. അപ്പൊ എനിക്ക് ഭയങ്കര ഗുഡ് ബോയ് ഇമേജ് വരില്ലേ? എന്നെ മാങ്ങ കുറിക്കാൻ സഹായിക്കോ? ഇല്ല, അത് നീ കുറിക്കേണ്ടതാ. ഇതാണ് ഞാൻ അധ്വാനിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. വേണ്ട, നീ കുറിച്ചോ? അതൊക്കെ സില്ലി 4 മാങ്ങ കുറിക്കാൻ എന്തിനാ വേറൊരാള്? റിസ്കി ആയിട്ടുള്ള ടാസ്കുകളെ പിടിക്കാറുള്ളൂ, ചെറിയത് പിടിക്കാറില്ല. വീഡിയോ പിടിക്കലാണോ റിസ്കി ആയിട്ട് ഉദ്ദേശിച്ചത്? വീഡിയോ പിടിക്കൽ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ട് കരുതി തുടങ്ങിയാൽ നിങ്ങൾ അത് റിസ്കി അല്ലാന്ന് പറയരുത്. ഇപ്പൊ വന്ന് നോക്കത്തരുന്നോ? ഞാൻ ഇത്രയായിട്ട് മാങ്ങൊന്നും മുറിച്ചിട്ടില്ലെന്നല്ലേ? നീ നിന്നൊന്നും എനിക്ക് മുറിക്കുന്നതിന്. അതേ ഞാനേക്കടാ, ഞാനേക്കാറ്. കൊറേ മുറിച്ചോട്ടെ, ഞാൻ ഓരോ തവണ ഒന്ന് എടുത്തോണ്ടിരിക്കുന്നു.